Hi friends, welcome to Garam Masala, the magic spices of cooking. Beef ചുക്ക. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ബീഫ് ചുക്ക എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, ഗീ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇതിനെ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വേണമെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങിക്കൊള്ളും. അടുത്തതായി നമുക്ക് ഈ ബീഫിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് എണ്ണ ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ ബീഫിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി വന്ന എണ്ണ നമുക്ക് ചുക്ക തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ചുക്ക തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 3 പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ ചെറുതായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 4 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കണം. സ്ലൈസ് ചെയ്ത് വെച്ചതാണിത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബീഫിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് വേറെ പൗഡറുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല, നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇതിനെ. അവസാനമായി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം മല്ലിയില കൂടെ ചേർക്കാം. നന്നായി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് ചുക്ക തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, ഗീ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.